ഹായ് ഓൾ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ചാപ്റ്റർ 12 ആണ്, ഇന്ത്യൻ വേവേഴ്സ്. എന്ന് വെച്ചാൽ എന്താണ്? ഇന്ത്യൻ നെയ്ത്തുകാർ. ഇപ്പോൾ നമുക്ക് നോക്കാം. ഹാവ് യു നോട്ടീസ്ഡ് ദാറ്റ് പീപ്പിൾ വെർ ക്ലോത്ത് ഓഫ് വേരിഡ് കളേഴ്സ് ഓൺ ഡിഫറെൻറ്റ് ഒക്കേഷൻസ്? ദീസ് വേരിയേഷൻ ഇൻ കളേഴ്സ് ഓൾസോ ഇൻഡിക്കേറ്റ് ദ ഡൈവേഴ്സിറ്റി ഇൻ കൾച്ചർ ആൻഡ് റിലീജിയസ് കമ്മ്യൂണിറ്റീസ്. അപ്പോൾ എന്താണ് നമ്മൾ നോട്ടീസ് ചെയ്തിട്ടുണ്ടല്ലേ, ഓരോ ആൾക്കാരും ഓരോ ഡിഫറെൻറ്റ് കളേഴ്സ് ആയിരിക്കും ഓരോ ആഘോഷങ്ങൾക്ക് യൂസ് ചെയ്യാറുള്ളത്. അതെന്തുകൊണ്ടാണ്? അത് ഡിഫറെൻറ്റ് കൾച്ചറിൻ്റെയോ അതല്ലെങ്കിൽ എന്താണ് ഡിഫറെൻറ്റ് കമ്മ്യൂണിറ്റിയുടെ ഒക്കെ ബേസിലായിരിക്കും അവരങ്ങനെ ധരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഹിന്ദു ബ്രൈഡ്സ് ആണെങ്കിൽ നോർത്ത് ഇന്ത്യൻ വെയർ, അതായത് റെഡ് ക്ലോത്ത്സ് ഒക്കെ ആയിരിക്കും. അതുപോലെ തന്നെ കേരളയിലാണെങ്കിൽ എന്താണ് വൈറ്റ് ക്ലോത്ത്സ് ഒക്കെ ആയിരിക്കും ധരിക്കുന്നത്. അതുപോലെ ക്രിസ്ത്യൻ ആണെങ്കിൽ എന്ത് ചെയ്യുന്നു, വൈറ്റ് ഉടുപ്പുകളായിരിക്കും ധരിക്കുന്നത്. അപ്പോൾ സരോജിനി നായിഡുവിൻ്റെ ഒരു പോയമാണിതിൽ നമുക്ക് പറയുന്നത്. നമുക്ക് നോക്കാം. എന്താണ് വേവേഴ്സ്? വേവിങ് അറ്റ് ബ്രേക്ക് ഓഫ് ഡേ. വൈ ഡു യു വേവ് എ ഗാർമെൻറ്റ്സ് സോ ഗേ ബ്ലൂ ആസ് ദ വിങ്സ് ഓഫ് ഹൽക്യൂൺ വൈൽഡ് വി വേവ് ദ റോബ്സ് ഓഫ് എ ന്യൂ ചൈൽഡ്. അപ്പോൾ ഹൽക്യൂൺസ് എന്ന് പറയുന്നത് ബേർഡ് ഇൻ എ ഗ്രീൻ ലെഗൻറ്റ്, ജനറലി അസോസിയേറ്റഡ് വിത്ത് ദ കിങ് ഫിഷർ. അപ്പോൾ എന്താണ് ഗ്രീൻ ലെഗൻറ്റ്, അതായത് ഗ്രീക്ക് ലെഗൻറ്റിലുള്ള ഒരു ബേർഡാണ്. അതായത് കിങ് ഫിഷറാണ് കൂടുതലായിട്ട് അവർ പറയുന്നത്. എന്ത് ഹൈക്കോൺസ് എന്ന് പറയുന്നത്, ഹാൽക്കിൻസ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ എന്താണ് നെയ്ത്തുകാരെ അവധിക്കാലത്ത് നെയ്ത്ത് എന്തിനാണ് നിങ്ങൾ സ്വർഗാനുരാഗിയായി വസ്ത്രം നെയ്യുന്നത്? ഓക്കെ, സ്വർഗാനുരാഗിയായിട്ട് എന്തിനാണ് നിങ്ങൾ അവധിക്കാലത്ത് നെയ്യുന്നത് എന്നാണ് നെയ്ത്തുകാരോട് ചോദിക്കുന്നത്. സോ അതുപോലെ തന്നെ എന്താണ് ബ്ലൂ ആസ് ദ വിങ്സ് ഓഫ് ഹാൽക്യോൺസ് വൈൽഡ് വി വേവ് ദ റോബ്സ് ഓഫ് ന്യൂ ബോൺ ചൈൽഡ്. അപ്പോൾ എന്താണ് ഒരു ഹാൽസിയോണിൻ്റെ ചിറക് പോലെ നീല, അതായത് നീലയാണ് അതിന് കളറ് പറയുന്നത്. സോ ഒരു നവജാത ശിശുവിൻ്റെ വസ്ത്രങ്ങൾ നിങ്ങൾ നെയ്യുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ബ്ലൂ ബേർഡിൻ്റെ ചിറകിനെ പോലെ തന്നെ ഒരു നവജാത ശിശുവിന് വേണ്ട വസ്ത്രങ്ങൾ നിങ്ങൾ നെയ്യുവാണെന്നാണ് ഇതിൽ പറയുന്നത്. സോ ദ വേവേഴ്സ് വേയിങ് അറ്റ് ഫാൾ ഓഫ് നൈറ്റ് വൈ ഡു യു വേവ് എ ഗാർമെൻറ്റ് സോ ബ്രൈറ്റ് ലൈക്ക് ദ പ്ലംസ് ഓഫ് പീകോക്ക് പർപ്പിൾ ആൻഡ് ഗ്രീൻ വി വേവ് ദ മാരേജ് വീൽസ് ഓഫ് എ ക്യൂൻ. അപ്പോൾ രാത്രിയിൽ നെയ്ത്തുകാരെ നിങ്ങൾ എന്തിനാണ് ഇത്ര തിളക്കമുള്ള വസ്ത്രം നെയ്യുന്നത് എന്നാണ് ചോദിക്കുന്നത്. രാത്രിയിൽ നിങ്ങൾ എന്തിനാണ് ഇത്ര തിളക്കമുള്ള വസ്ത്രം നെയ്യുന്നത്? മയിലിൻ്റെ തൂവൽ പോലെ, അല്ലെങ്കിൽ എന്താണ് ഒരു പച്ച അല്ലെങ്കിൽ ഒരു പർപ്പിൾ ഒരു തൂവൽ പോലെയൊക്കെ എന്താണ് ഞങ്ങളൊരു രാജ്ഞിയുടെ വിവാഹ മൂടുപടം നെയ്യുന്നു എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് എന്താണ് വേവേഴ്സ് വേയിങ് സോൾമൻ ആൻഡ് സ്റ്റിൽ വാട്ട് ഡു യു വേവ് ഇൻ ദ മൂൺലൈറ്റ് ചിൽ വൈറ്റ് ആസ് എ ഫെദർ ആൻഡ് വൈറ്റ് ആസ് എ ക്ലൗഡ് വി വേവ് എ ഡെഡ് മാൻസ് ഫ്യൂണറൽ ഷ്രൗഡ്. അപ്പോൾ എന്താണ് നെയ്ത്തുകാരോടാണ് ഈ ചോദിക്കുന്നതെല്ലാം. ഗംഭീരവും നിശ്ചലവുമായ നെയ്ത്തുകാരെ എന്നാണ് അവരെ വിളിക്കുന്നത്. നിലാവിൻ്റെ തണുപ്പിൽ നിങ്ങൾ എന്താണ് നെയ്യുന്നത് എന്നാണ് ചോദിക്കുന്നത്. ഒരു തൂവൽ പോലെ വെള്ളയും അതുപോലെ ഒരു മേഘം പോലെ വെള്ളയും, പിന്നെ അതുപോലെ ഞങ്ങൾ മരിച്ച മനുഷ്യൻ്റെ ശവസംസ്കാരത്തിൻ്റെ ഫ്യൂണറലിനുള്ള ആ ഒരു കഫൻ, അത് മീൻസ് ഡ്രസ്സുകൾ നെയ്യുവാണ്, അല്ലെങ്കിൽ ക്ലോത്ത്സ് നെയ്യുകയാണ് എന്നാണ് എൻ്റെ നെയ്ത്തുകാർ പറയുന്നത്. അപ്പോൾ സരോജിനി നായിഡുവാണ് ഈ പോയം എഴുതിയിരിക്കുന്നത്. സോ ഈ കവിതയിൽ ഊർജ്ജസ്വലമായിട്ടുള്ള ഒരു ജീവിതവും അതുപോലെ ശാന്തമായ മരണവും തമ്മിലുള്ള ഒരു മനോഹരമായൊരു വ്യത്യാസമാണ് ഇത് വെളിപ്പെടുത്തുന്നത്. ജീവിതവും മരണത്തിനിടയിലുള്ള കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ നെയ്ത്തുകാരുടെ സൃഷ്ടിയിൽ ഒരു ജനനത്തിൻ്റെ സന്തോഷം മുതൽ മരണത്തിൻ്റെ അനിവാര്യത വരെയുള്ള സുപ്രധാന ജീവിത സംഭവങ്ങളെയാണ് ഇതിലൂടെ പ്രതിഫലിപ്പിക്കുന്നത്. അപ്പോൾ കുടുംബസ്നേഹത്തിനും പാരമ്പര്യത്തിനും ഊന്നൽ നൽകിക്കൊണ്ടുള്ള സരോജിനി നായിഡുവിൻ്റെ എഴുത്ത് ഇന്ത്യൻ സംസ്കാരത്തിലെ സാരാംശം ഉൾക്കൊള്ളുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ എന്താണ് തകർന്ന ചിറകിൻ്റെ സാമൂഹ്യ വ്യാഖ്യാനവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഈ കവിത ജീവിതത്തിൻ്റെ ചാക്രിക സ്വഭാവത്തെയും അതുപോലെ തന്നെ അതിനുള്ളിലെ സൗന്ദര്യത്തെയൊക്കെയാണ് കേന്ദ്രീകരിക്കുന്നത്. അപ്പോൾ ഇത് നെയ്ത്തുകാരെ സൃഷ്ടാക്കളും പരിപാലകരുമായി ചിത്രീകരിച്ചിട്ടുണ്ട് ഈ കവിതയിൽ. എല്ലാ വസ്തുക്കളുടെയും പരസ്പര ബന്ധത്തെ എടുത്തു കാണിക്കുന്ന ഒരു പോയമാണ് ഈ സരോജിനി നായിഡുവിൻ്റെ ഇന്ത്യൻ വേവേഴ്സ് എന്ന് പറയുന്നത്, അതായത് ഇന്ത്യൻ നെയ്ത്തുകാർ എന്ന് പറയുന്ന പോയം. ഓക്കെ, താങ്ക് യു.